വൈപ്പിൻ ദ്വീപിൽ വെച്ച് ഇന്നലെ യാത്രാമധ്യേ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. റോഡ് മുറിച്ചു കിടക്കുന്ന അന്ധനായ ഒരു മനുഷ്യനും അവരെ കൈപിടിച്ച് നടത്തുന്ന വൃദ്ധയായ നടക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീയും റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബൈക്കുകൾ രാവിലെ 8 മണി ആ സമയമാണ്. ബൈക്കുകൾ ധാരാളം എറണാകുളത്തേക്ക് പോവുകയാണ്. ഒരാൾ പോലും നിർത്തുന്നില്ല. ഞാൻ വണ്ടിയൊന്ന് ഒതുക്കിയപ്പോൾ അവർ മുറിച്ചു കിടക്കാൻ ഉള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴും 2 വീലറുകൾ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. എവിടേക്കാണ് ഇവരുടെ പാച്ചിൽ? വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഏറെ നേരം ഞാൻ അങ്ങനെ നിന്നു, അവർ മുറിച്ചു കിടക്കുന്നതുവരെ. ബൈക്കുകൾ ഇങ്ങനെ വേഗതയിൽ യാത്ര തിരിക്കുകയാണ്. ഇവർ എന്ത് നേടാനാണ് ഈ പോകുന്നത്? നമ്മുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ വരാൻ സാധ്യതയില്ലേ? അവർ നടന്നു പോകുന്ന വഴികളിൽ അവരൊന്ന് താങ്ങാകാൻ നമുക്ക് കഴിയണം. ഇത്തരം ആളുകൾ നിരവധിയാണ് നമ്മുടെ നാട്ടിൽ. കണ്ണു കാണാത്തവർ, അംഗവൈകല്യങ്ങൾ സംഭവിച്ചവർ, അവരെയൊക്കെ നമ്മൾ സഹായിച്ചല്ലെങ്കിലും അവരുടെ വഴികൾ മുടക്കാതിരിക്കുക. അവർക്കും നടക്കേണ്ടതില്ലേ നമ്മുടെ ഈ വഴിയിലൂടെ? അവർക്ക് കൂടിയാണല്ലോ ദൈവം തമ്പുരാൻ ഈ ഭൂമി ഇത്രമാത്രം വിശാലമാക്കി തന്നത്. ഓർക്കുക, നമ്മൾക്കും ഒരു വാർദ്ധക്യം വരാനുണ്ട്. നമ്മളെയും കാത്ത് ഒരുപക്ഷെ ഇത്തരം പ്രതിസന്ധികൾ വരാനുണ്ടാകും. ആ ഓർമ്മകളിലൂടെയാകണം നമ്മുടെ ഓരോ യാത്രകളും ഓരോ നോട്ടങ്ങളും.